ശ്യാമേ, നേരറിയാൻ CBI വന്നു. കഥ മാറുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതൊന്നും അല്ല കഥ. വാളയാറിലെ അമ്മ, ആ വാളയാറിലെ അമ്മയെക്കുറിച്ച് CBI കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അമ്മ ചെയ്യുമോ എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ്. എന്തായാലും 2019 ഈ പ്രതികളെല്ലാം വെറുതെ വിട്ടത്. അതിനുശേഷം 2021 CBI കേസ് ഏറ്റെടുക്കുന്നു. ഇവരെ വാളയാറിലെ അമ്മയെയും അച്ഛനെയും പ്രതിയാക്കുന്നു. ഇപ്പോൾ വരുന്ന കുറേ വിവരങ്ങൾ ഉണ്ട്. ഇത് ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ KS സുധിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടെ സംസാരിക്കേണ്ടി വരും. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ CBI കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അതിന് ഈ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ അമ്മ എന്നുള്ള സങ്കല്പം ഇവരെ കൊണ്ടുവന്ന് ജാഥ നടത്തുകയും തലമുണ്ടനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന അമ്മ, ആ അമ്മയുടെ മുഖം തിരിച്ചു വയ്ക്കുമ്പോൾ മറ്റൊരു മുഖമാണ് നമ്മൾ ഈ ഒരേ സമയം കാണുന്നത്. CBIയുടെ സ്പെഷ്യൽ ക്രൈം സെല് DYSP TP ആനന്ദകൃഷ്ണനാണ് ഈ കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രമാണ്. അനുബന്ധ കുറ്റപത്രം കൊടുത്തപ്പോഴാണ് സ്ഫോടനാത്മകം എന്ന് പറയേണ്ടി വരും. അതെ അതെ, ബ്ലാസ്റ്റ് ചെയ്യും. എനിക്ക് ആ വാക്ക് കിട്ടിയില്ല. ബ്ലാസ്റ്റ് ചെയ്യും, ഈ സാധനം പൊട്ടിത്തെറിക്കും. അത്തരത്തിലുള്ള കുറ്റപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ കഥകളും, ഇത് 2021 ഏപ്രിലാണ് CBI, ഫെബ്രുവരിയിൽ ഇവർ തലമുണ്ടനം ചെയ്ത് ഇവിടെ സമരം നടത്തുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. 2021 ഏപ്രിലിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് സർക്കാർ ഇതെടുത്ത് CBIക്ക് വിടുന്നു. CBI അത് സ്പെഷ്യൽ ക്രൈം സെല്ല് ഏറ്റെടുക്കുന്നു. 2021 ഡിസംബറിൽ ആദ്യ കുറ്റപത്രം. നേരത്തെ വെറുതെ വിട്ടവരൊക്കെ തന്നെ പ്രതികളാണ് എന്ന് കാട്ടിക്കൊണ്ടാണ് ആദ്യ കുറ്റപത്രം CBI സമർപ്പിക്കുന്നത്. ഇപ്പോൾ ജാനുവരി 20 രണ്ടാം കുറ്റപത്രം എന്ന് പറയാൻ പറ്റില്ല, അനുബന്ധ കുറ്റപത്രം അത് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. ഈ അനുബന്ധ കുറ്റപത്രമാണ് ഈ കേസിനെ പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നത്. ലജ്ജിപ്പിക്കുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2015 മുതൽ ഈ ലേഡി, അതായത് ഈ കുട്ടികളുടെ അമ്മ, കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതി അതായത് V മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 2016 ഏപ്രിൽ മാസം ഈ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ഒന്നാം പ്രതി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം ഇളയ കുട്ടിയുമായി ഇയാൾ 2 ആഴ്ചയ്ക്ക് ശേഷം അച്ഛൻ്റെ മുന്നിൽ വെച്ച് മൂത്ത കുട്ടിയുമായി ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഒന്നാം പ്രതി ഈ വീട്ടിലേക്ക്, അതായത് അട്ടപ്പളത്തെ വീട്, വാളയാർ അട്ടപ്പളത്താണല്ലോ വീട്, അപ്പോൾ അട്ടപ്പളത്തെ വീട്ടിലേക്ക് ഇയാൾ ഇതുമായിട്ട് വരുന്നു, മദ്യവുമായി സ്ഥിരമായി വരുന്നു. 1 അമ്മ, 2 മൂത്ത കുട്ടി, 3 ഈ ഇളയ കുഞ്ഞ്, 11 വയസ്സ്, 1 9 വയസ്സ്. ഇത്രയും പേരെയും ഈ പറയുന്ന പോലെ ഈ വീട്ടിലിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഈ ഒന്നാം പ്രതി ഉപദ്രവിക്കാറുണ്ട്. ഈ ഒന്നാം പ്രതിയും 4ാം പ്രതിയായിട്ടുള്ള 16 വയസ്സുകാരനും 2 കേസിലും ഒരേ കേസിൽ പ്രതിയാവുന്ന കേസാണ്. ഇതിൽ 6 കേസാണ്. ഈ 6 കേസിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന V മധുവും ഈ 16 വയസ്സുകാരനും ഉൾപ്പെടുന്ന ഒരു കേസ് എന്ന് പറയുന്നത് 2ാമത്തെ കുട്ടിയെ ഉപദ്രവിച്ചത്. 1ാമത്തെ കുട്ടിയെ ഉപദ്രവിച്ചതിനകത്ത് V മധു, ഷിബു, M മധു, 3 പേര് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കുട്ടിയാണ് ജാനുവരി 13 2017 ജാനുവരി 13 ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതാണ് കുറ്റപത്രത്തിൽ 2 പേരും ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. കൊലപാതകമെന്ന് പറയുന്നില്ല. മാനസികമായിട്ടുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് മൂത്ത കുട്ടി 11 വയസ്സുകാരി 2017 ജാനുവരി 13 ആത്മഹത്യ ചെയ്തു. മാർച്ച് 4 ഇളയ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇതാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് KS സുധി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാം അമ്മയ്ക്ക് അറിയാമായിരുന്നു, എല്ലാം ഒത്താശ ചെയ്തിരിക്കുന്നത് അമ്മയാണ്. മാത്രമല്ല, മൂത്ത കുട്ടി മരിച്ച ജാനുവരി 13 ശേഷം, അതായത് ജാനുവരി 13 മാർച്ച് 4 ഇടയിൽ പലതവണ ഈ കുട്ടിയെ, ഇളയ കുട്ടിയെ
പിന്നെ ഈ പറയുന്ന ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് ഇവർ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ടിരുന്നു. ഈ ആദ്യത്തെ കുഞ്ഞ് മരിച്ചതിന് ശേഷം മാർച്ച്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് ഓരോ മാസം ഒരു മാസം 1.5 മാസത്തിൻ്റെ വ്യത്യാസത്തിനിടയിൽ ഈ കുട്ടിയെ പലതവണ വീണ്ടും ഇയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. ഒറ്റപ്പുളത്ത് ഇയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ തൻ്റെ സഹോദരിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കിയ പിന്നെ ഇളയ കുട്ടി മാനസിക സമ്മർദ്ദം താങ്ങാതെയാണ് മൂത്ത, അതായത് ചേച്ചിയുടെ വഴി തന്നെ സ്വീകരിച്ചത്. ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നികൃഷ്ടമായ പ്രവൃത്തി എന്നാണ് വിവരിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം നികൃഷ്ടമായ പ്രവൃത്തി എന്ന് കുറ്റപത്രം വിവരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആദ്യ കുറ്റപത്രം വന്നപ്പോൾ തന്നെ ഇവരൊന്ന് കുലുങ്ങിയിരുന്നു. ഇവരുടെ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അറിയാലോ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഇനി കേരള പോലീസ് തന്നെ മതിയായിരുന്നു, CBI എല്ലാവരെയും രക്ഷിക്കാനുള്ള ശ്രമമാണ്, ഞങ്ങളെ കുരുക്കി കേസിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കേസിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി പിന്നാലെ നടന്ന എല്ലാവരും ഇതിൽ ഒരു പ്രതിസ്ഥാനത്തെന്നല്ല, ഇതിൻ്റെ പാപഭാരം ചുമക്കേണ്ടി വരും. നമ്മുടെ പിന്നെ MJ സോജൻ ഉണ്ടല്ലോ, MJ സോജൻ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് IPS കിട്ടരുത് എന്ന് IPSന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അതിനെ കൊടുക്കരുത് എന്ന് പറഞ്ഞ് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒടുവിൽ അത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുവാൻ ഇവർക്ക് പണം കൊടുത്തതും ഇവരെ സഹായിക്കുന്നവരാണ്, അവരാണ് കൊടുത്തത്. അന്ന് ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അവരതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് സഹായങ്ങൾ, ഈ സംഭവത്തിന് ശേഷം ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിന്നെ MJ സോജൻ്റെ കേസ്, MJ സോജനെതിരായിട്ട് ഇവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചാണ് MJ സോജൻ്റെ കേസ് പിന്നെ പരിഗണിക്കുകയും MJ സോജന് സ്വഭാവ സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുകയും ഹൈക്കോടതി പിന്നെ അംഗീകരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവർ ഈ കേസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഏകദേശം ദീർഘകാലമായി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയുമായിരുന്നു. ഈ കുറ്റപത്രം പറയുന്നതൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ, കുറ്റപത്രം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത് കോടതിയിലാണ് തെളിയേണ്ടത്. ഇപ്പോൾ ഒരു അന്വേഷണ സംഘം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇപ്പോൾ ഈ സ്ഫോടനാത്മകം എന്നേ ഇതിന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന അതേ ആ ഒരു വാക്കേ പറയാൻ പറ്റുകയുള്ളൂ. ഈ കുറ്റപത്രം പുറത്തു വരുന്നതോടുകൂടി ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വലിയ ചർച്ച ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഈ 2 കുഞ്ഞുങ്ങളുടെയും മരണം കേരളം സ്വന്തം വീട്ടിൽ സംഭവിച്ചതുപോലെ ഏറ്റെടുത്തതാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഇവർ മാത്രമല്ല ഇവിടെ സമരം ചെയ്യാൻ വന്നിട്ടുള്ളൂ. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യാൻ വന്നിട്ടുള്ളത് ഇവർ മാത്രമല്ല. ആ കുട്ടികൾ ഇടാറുള്ള ഒരു വസ്ത്രം, അതിലിങ്ങനെ ചോര പിന്നെ പുരട്ടിക്കൊണ്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇവരുടെ പ്രതീകമായിട്ട് അത് വെച്ചിട്ട് ഒരുപാട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദീർഘകാലം പലരും വന്ന് സമരം ചെയ്യാറുണ്ടായിരുന്നു. പലരും സമരം ചെയ്യുന്നത് മാത്രമല്ല, പല സമരങ്ങളിലും വാളയാർ വിഷയം പിന്നെ പരാമർശിക്കുന്നത് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വാളയാർ വിഷയം പരാമർശിക്കുന്നതും അതുപോലെ തന്നെ ഈ വസ്ത്രം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതും. ഇതിന് ഇവരുടെ വീടിന് മുന്നിൽ അട്ടപ്പളത്ത് ഇവരുടെ വീടിന് മുന്നിൽ തന്നെ ദീർഘകാലം അത് തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മനോരമയുടെ നമ്മുടെ ഒരു ക്യാമറമാൻ, മനോരമയിലൊരു ക്യാമറമാൻ എടുത്തൊരു ചിത്രമുണ്ട് ഈ കുട്ടികൾ മരണപ്പെട്ട ശേഷം. അത് അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അത് മനോഹരമല്ല, അങ്ങേറ്റ വേദന ഉണ്ടാക്കുന്ന ഒരു ചിത്രം. ഈ ചില ചിത്രങ്ങൾ മനോഹരമാണെങ്കിലും ന്യൂസ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ഫോട്ടോയില് ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, വർക്ക്. അതിൽ ഒരു റോസാ ചെടി നന്നായി പൂത്ത് നിൽക്കുന്നത്, ഒരു റെഡ് നിറത്തിലുള്ള ഒരു റോസാ ചെടി നന്നായി പൂത്ത് നിൽക്കുന്നത്, അത് ഈ കുട്ടികൾ നട്ടതാണ്. ഈ കുട്ടികൾ ആ വീടിന് മുന്നിൽ, ഈ അട്ടപ്പളത്തെ വീടിന് മുന്നിൽ നട്ട റോസാ ചെടിയാണ്. അത് പൂത്തപ്പോൾ ആ കുട്ടികൾ അവിടെ ഇല്ല. ആ നട്ട റോസാ ചെടി പൂത്തപ്പോൾ ആ കുട്ടികൾ അവിടെ ഇല്ല എന്ന് കാണിക്കുന്ന മനോരമയുടെ ഒരു ചിത്രം, വേദനിപ്പിക്കുന്ന എന്നാൽ ആ ഒരു ക്യാമറാമാൻ്റെ കഴിവ് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം കണ്ട് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ പല ഇതിനെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, വാളയാറിലെ അമ്മ എന്ന് പറയുന്നത് ഒരു പ്രതീകമായിരുന്നു. ആ പ്രതീകമാണ് ഇപ്പോൾ
തകർന്ന് പൊളിഞ്ഞു വീഴുന്നത്. ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുമോ എന്നാണ് തുടക്കം മുതലേ പലർക്കും സംശയമുണ്ട്. പോലീസിനും അത്തരം, പക്ഷേ ഈ നമ്മുടെ ഒരു കുഴപ്പം ഈ പൊതു സമൂഹത്തിന്റെ ധാരണയ്ക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത അവരെ കല്ലെറിയ, അല്ലെങ്കിൽ ആ ചാനലിന്റെ അതോടുകൂടി ചാനലിന്റെ അതെ പല മാധ്യമ പ്രവർത്തകർക്കും ഇത് സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നു. അവിടെ അവരൊന്നും ആ സമയത്ത് പുറത്ത് പറഞ്ഞില്ല. അല്ല, പേഴ്സണലി സംസാരിക്കും, അതല്ലാതെ അവർ റിപ്പോർട്ട് ചെയ്യും. പേഴ്സണലി സംസാരിക്കുമ്പോഴൊക്കെ ഈ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ചൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ പോകെ 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 കാര്യങ്ങൾക്ക് കുറേ വ്യക്തത വന്നു. കാര്യങ്ങൾക്ക് കുറേയൊക്കെ മാധ്യമപ്രവർത്തകർ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ചില ആദ്യമൊക്കെ ഈ മാധ്യമപ്രവർത്തകരിൽ ചിലരൊക്കെ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് ഒരു എന്താ പറയുക ലെഫ്റ്റ് ഐഡിയോളജിക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് അവർ നിന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ള CPIM താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ, ഇടത് താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ മനഃപൂർവ്വം പടച്ചുവിടുന്ന കഥകളാണോ ഇത് എന്നൊരു സംശയം നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും പല സംശയങ്ങളും ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചില സംശയങ്ങളൊക്കെ ഇവർ സൂചിപ്പിക്കുകയും അവിടുത്തെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്ത പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുറ്റപത്രം ഈ രീതിയിൽ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിയാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് കുട്ടികളെ പീഡിപ്പിക്കുന്നത് അമ്മയ്ക്ക് അറിയാമായിരുന്നു, അമ്മ അത് പോലീസിനെ അറിയിച്ചില്ല, അതുകൊണ്ടാണ് പോക്സോ കേസിൽ പ്രതിയായത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ പറയുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ നികൃഷ്ടമായ പ്രവൃത്തിക്ക് കൂട്ടുനിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തി എന്നാണ് പറയുന്നത്. നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തി എന്ന് CBI പോലും വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കേസ് മാറുന്നു. ഇത് പിന്നെ എന്താ പറയുക, ഇവർ തന്നെ ആണ് CBIക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്. ഇവരെ തന്നെയാണ് MJ സോജനെതിരെ പോരാടിയത്, സർക്കാരിനെതിരെ പോരാടിയത്, കേരള പോലീസിലെ അന്വേഷണ സംഘത്തെ മാറ്റിച്ചത്, പിണറായിക്കെതിരെ മത്സരിച്ചല്ലോ അവര്. അതെ, തലമുണ്ടനം ചെയ്തത്, ക്രൈംബ്രാഞ്ചിനെ മാറ്റിച്ചത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വരെ ഓടിച്ചു വിട്ടത്. എന്നിട്ടാണ് ഇവർ തന്നെ CBIയിലേക്ക് ഈ സാധനം എത്തിച്ചത്. ഒടുവിൽ CBI വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ TP ആനന്ദകൃഷ്ണൻ എന്ന് പറയുന്ന DYSP വളരെ മികച്ച ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനാണ്. അല്ല, ക്ഷമിക്കണം, CBIയിലെ ഉദ്യോഗസ്ഥനാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇത് വലിയ ചർച്ചയായിട്ട് മാറും. ഞാൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇതിൻ്റെ കുറ്റപത്രത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരു അസ്വാഭാവികമായി ചിലത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നി. കഴിഞ്ഞ ചർച്ച പറഞ്ഞപ്പോഴും ഞാനൊരു ചില സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ചർച്ചയിൽ ഇതേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കവേ ഞാൻ പറഞ്ഞു, ചില സ്ത്രീകളുണ്ട് ഇവരുടെ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടാസ്വദിക്കുന്ന, അതിൽ നിർവൃതി കൊള്ളുന്ന സ്ത്രീകൾ ചിലയിടങ്ങളിലുണ്ട്. അത് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ചിലർ ഇത്തരത്തിൽ മനോനിലയുള്ള ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അത്തരം കേസുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുമുണ്ട്. അത്തരം കേസുകൾ പിന്നീട് അതൊക്കെ തന്നെ ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തിയ ശേഷം, അല്ലെങ്കിൽ ഒരു പീഡന വിവരമൊക്കെ പുറത്തു വരുമ്പോൾ ഇത് അന്വേഷിച്ച് അതിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് പിന്നെ ഇത് മനസ്സിലാവുന്നൊരു സാധനം, ഈ സ്ത്രീ തന്നെ, ഈ സ്ത്രീക്ക് സ്ത്രീയുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി ഈ കുട്ടി എറിഞ്ഞു കൊടുത്തതാണ്. റഫീഖ ബീവിയുടെ കഥ അറിയാമല്ലോ. റഫീഖ ബീവി ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി, സ്വന്തം മകനെ കൊണ്ട് ഒരു 16 വയസ്സുകാരിയെ റേപ്പ് ചെയ്യുകയും അതിനെ കഴുത്ത് മുറുക്കി കൊല്ലുകയും ചെയ്ത ആളാണ്. 16 വയസ്സുകാരി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വന്തം മകനെ കൊണ്ട് തന്നെ റേപ്പ് ചെയ്യിച്ച് അത് കണ്ട് ആസ്വദിച്ച ആളാണ് റഫീഖ ബീവി. ഇത് പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്. അത് അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടാതിരിക്കാൻ, അയാൾ കൈവിട്ട് പോകരുത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അയാളെ സന്തോഷിപ്പിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും കോടതിയിൽ കുറ്റപത്രം തെളിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ പറയാൻ പറ്റൂ. ഇപ്പം നിലവിൽ നമ്മൾ ഇവരുടെ ഐഡന്റിറ്റി ഒന്നും കൂടുതലായി വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. കാരണം രണ്ട് കുട്ടികളും ഫ്രീക്വൻ്റ് ആയിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തുടർച്ചയായിട്ടുള്ളൊരു ഉപദ്രവത്തിന് വിധേയരായിട്ടുള്ള കുട്ടികളാണ്. പണ്ട് വേറൊരു കേസ് ഉണ്ടായിരുന്നു, ഇത് പിന്നെ അതുകൂടെ ചെറുതായിട്ട് പറയാം, അത് പിന്നെ നമുക്ക് എപ്പിസോഡായിട്ട് പറയാം, വിശദമായി പറയാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി പിന്നെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്.
ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടി തൂങ്ങി മരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം പിന്നെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ ഈ പിന്നെ ഏതാ ഈ മലദ്വാരമുണ്ടല്ലോ, അതിൻ്റെ അകഭാഗത്ത് റിങ്ങി പോലുള്ള മാംസഭാഗങ്ങൾ മുഴുവൻ തകർന്നു പോയി. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് വിധി ഒന്നുമായില്ല. ഇതിൻ്റെ അച്ഛൻ ഇതുപോലെ വലിയ പിന്നെ സമരക്കാരനാണ്. എൻ്റെ കുട്ടിക്ക് നീതി വേണം എന്നും പ്രശ്നമാണ്. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രശ്നം നീതി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. അപ്പോൾ പോലീസ് ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് ഒരു പരിധി ഉണ്ടല്ലോ. പോലീസ് ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തിപ്പോയപ്പോൾ ഈ പെൺകുട്ടിയുടെ പിന്നെ സുഹൃത്തിനോട്, ക്ലാസ്സിലെ സുഹൃത്തിനോട് പറഞ്ഞത് തൻ്റെ പിതാവ് തൻ്റെ വീട്ടിൽ കുളിമുറിക്ക് ഈ പറയുന്ന പോലെ ഈ കയർ വെച്ച് ഒരാണി അടിച്ചിരിക്കുകയും ഇതിൻ്റെ വാതിൽ കയറിൽ ഇങ്ങനെ ബന്ധിക്കുകയുമാണ്. അതായത് ഒരു ചെറിയ വിടവ് ഈ വാതിലിൽ വരും. താൻ കുളിക്കുമ്പോൾ ഈ പിതാവ് വന്ന് ഒളിഞ്ഞു നോക്കും. സ്വന്തം പിതാവ് വന്ന് ഒളിഞ്ഞു നോക്കുമെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. ഈ പെൺകുട്ടി പലപ്പോഴും മാറിയിരുന്ന് കരയാറുണ്ടെന്നൊക്കെയുള്ള ആ സുഹൃത്ത് മൊഴി നൽകി. പക്ഷേ പിന്നീട് ഈ സുഹൃത്ത് മൊഴി മാറ്റിയതല്ല, പിന്നീട് ഈ കുട്ടി പറയാൻ തയ്യാറില്ല. കാരണം ഈ കേസിൻ്റെ അന്വേഷണം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഡിഗ്രിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. മറ്റേ പെൺകുട്ടിയുടെ കല്യാണമായി. അതോടുകൂടി അതിന് പിന്നെ മൊഴി പറയാൻ താല്പര്യമില്ല. ഈ കുട്ടിക്ക് ഒട്ട് നീതിയും ലഭിച്ചില്ല. ഇതിലും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇദ്ദേഹമാണ് ആദ്യഘട്ടം മുതലേ സമരത്തിന് നടന്നത്. എൻ്റെ കുട്ടിക്ക് നീതി വേണമെന്നൊക്കെ പറഞ്ഞ് ആദ്യ സമരത്തിന് വന്നു. പിന്നെ അദ്ദേഹത്തിന് പല ആവശ്യങ്ങളായി. ഇദ്ദേഹത്തിന് തന്നെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മേലധികാരിയെ, ഒരു സർക്കാരിലുള്ള ഒരാൾ തന്നെ, ഒരു മേലധികാരിയെ കൊടുക്കാൻ ഇതേ കേസിൽ ശ്രമിച്ചു. എന്നിട്ട് ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാന സദസ്സിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യം പറഞ്ഞു. അത് റെക്കോർഡിംഗ് ആയി. എതിരെ ഇരുന്ന ആൾ ഇത് റെക്കോർഡ് ചെയ്തു. അതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് അവന് അതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല, ഞാൻ അവനെ ഒന്ന് കൊടുക്കാൻ നോക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ആ റെക്കോർഡിങ് പിന്നെ അന്ന് പുറത്തു വന്നെയാണ്. ഈ കഥ ഒരു ദിവസം വിശദമായിട്ട് പറയാം. ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെയും കൂടി ഒന്ന് വിളിച്ച ശേഷം ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അദ്ദേഹം സ്ഥലം മാറി പോയി കാണും. എന്നാലും അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് പറയാൻ പറ്റും. ശരി.